പൈത്തൺ ഗ്രാഫിക്സിൽ നിന്നുള്ള ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെയുമുണ്ട്. ഇതിനെ രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റി എഴുതണം. ഇത് ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് എന്നതിന് നേരെ IDLE എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലല്ല ടൈപ്പ് ചെയ്യേണ്ടത്, പുതിയ ഫയൽ എടുത്താണ്. അതുകൊണ്ട് ഇവിടെ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുന്നതിൻ്റെ സൗകര്യത്തിനനുസരിച്ച് വിൻഡോ ക്രമീകരിച്ച് വെക്കുന്നു. ഇനി ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്റ്റാർ അടയാളം ചേർക്കുക. ഇനി പെൻ സൈസ് ബ്രാക്കറ്റിൽ 3, കളർ ബ്ലാക്ക് റെഡ്, ബിഗിൻ അണ്ടർസ്കോർ ഫിൽ ഫോർ ഐ ഇൻ റേഞ്ച് ബ്രാക്കറ്റിൽ 19 ചിഹ്നം, ഫോർവേഡ് ബ്രാക്കറ്റിൽ 200, സർക്കിൾ ബ്രാക്കറ്റിൽ 20, ലെഫ്റ്റ് ബ്രാക്കറ്റിനുള്ളിൽ 162. ഇതുവരെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തു. ഇനി എൻ്റർ കീയിൽ അടിക്കുമ്പോൾ കൃത്യമായ സ്ഥാനത്തല്ല വരുന്നത്. ഇവിടെ ബാക്ക് സ്പേസ് അടിച്ചിട്ട് കൃത്യമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. കാരണം ബിഗിൻ ഫില്ലിൻ്റെ അതേ ടാബ് പൊസിഷനിൽ തന്നെയായിരിക്കണം എൻഡ് ഫില്ലും വരേണ്ടത്. ബാക്ക് സ്പേസ് അടിച്ചതിന് ശേഷമാണ് അതുകൊണ്ട് എൻഡ് ഫിൽ ടൈപ്പ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ടൈപ്പ് ചെയ്യാൻ. ടാബ് പൊസിഷൻ, സ്പെല്ലിങ്, ചിഹ്നങ്ങൾ തുടങ്ങിയവ ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ ചെയ്തിരിക്കണം. ഇനി ഇതിനെ സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കണം. X10ലാണ് സേവ് ചെയ്യേണ്ടത്. X10 ഇവിടെയുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി ഫയൽ നെയിം എന്ന ഭാഗത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്തു. ഇനി ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം. റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചോദ്യത്തിലെ ആദ്യത്തെ പാറ്റേൺ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി തിയറിക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു കാര്യം പറയാം. ഇവിടെ കളർ ബ്ലാക്ക് റെഡ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എവിടെ ബ്ലാക്ക് വരും, എവിടെ റെഡ് വരും, അതായത് ഫില്ലിനാണോ ലൈനിനാണോ എന്ന്. ആദ്യം എഴുതുന്ന കളർ അതിൻ്റെ വരകളെ അല്ലെങ്കിൽ ലൈനിനെ ആയിരിക്കും ബാധിക്കുന്നത്. രണ്ടാമത് എഴുതുന്ന റെഡ് എന്ന നിറം ഫില്ലിനെ ആയിരിക്കും ബാധിക്കുന്നത്, അതായത് ഉള്ളിലെ നിറത്തെ. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിനെ മാറ്റി എഴുതേണ്ടതുണ്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഇവിടെ ഈ ബ്ലാക്ക് എന്നുള്ള വരയുടെ നിറം ബ്ലൂ എന്നാക്കുന്നു. ഇനി ഈ റെഡ് മാറ്റണം. ഫിൽ കളർ യെല്ലോ ആണ്, അതുകൊണ്ട് ഇവിടെ യെല്ലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ചെയ്യുവാനുണ്ട്. ഇവിടുത്തെ ഗ്യാപ്പ് നോക്കുക, വിടവ് നോക്കുക. അത് ശരിയാക്കാൻ ഇവിടെ കൊടുത്തിട്ടുള്ള എണ്ണം പരിശോധിക്കുക. 19 എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര രൂപങ്ങൾ അല്ലെങ്കിൽ വൃത്തങ്ങൾ ഉണ്ടെന്ന് പരിശോധിക്കുക. 19 എണ്ണമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ 20 എണ്ണമുണ്ട്. നമുക്ക് ഈ 19നെ 20 നോക്കാം. 20. ഇനി ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രവർത്തിപ്പിച്ച് നോക്കുവാനായി റൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റൺ മൊഡ്യൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിച്ചു കഴിഞ്ഞു.